എല്ലാവരും സുഖമല്ലേ? ഇന്ന് ഞാനൊരു മീൻ പൊള്ളിച്ചത് കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൊവാലി എന്ന് പറഞ്ഞ മീനാണ് എടുത്തിട്ടുള്ളത്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് ബ്ലാക്ക്ബെറീസാണ്. അതിൻ്റെ മൂക്കാത്ത കായ പഴുത്ത് കഴിഞ്ഞാൽ അത് മധുരമായിരിക്കും. ഈ ഒരു പാകത്തിന് നല്ല പുളിപ്പായിരിക്കും, ബിലിമ്പിയൊക്കെ പോലെ. ഈ കായൊന്നും ഇല്ലാത്തവർ ബിലിമ്പിയോ പച്ചമാങ്ങയോ ചതുരനെല്ലിക്കയോ ഒക്കെ ഇടാം. അല്ലെങ്കിൽ ചെറുനാരങ്ങ ലാസ്റ്റ് പിഴിഞ്ഞൊഴിച്ചാലും മതി. നമുക്ക് വാഴയില വേണം, കറിവേപ്പില, ഇഞ്ചി. അതിനെന്ത് നമുക്ക് നീട്ടത്തിൽ അരിഞ്ഞിട്ട് വയ്ക്കാം. പിന്നെ പച്ചമുളക് മുഴുവനായിട്ട്, മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, ഗാർലിക് ഒരു 2 ടേബിൾ സ്പൂൺ കുനുകുന അരിഞ്ഞത്, ഉപ്പ്. പിന്നെ മീനിനെ കഴുകി വരഞ്ഞ് വെക്കണം. ഈ മീൻ ഇപ്പോൾ ഏകദേശം ഒരു 3/4 കിലോളം ഉണ്ട്. വലിയ മീനായിരുന്നു. ഇത് നമുക്ക് നന്നായിട്ട് വരഞ്ഞിട്ട് ഇതിൻ്റെ മേലെ ഈ മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കാം. ആദ്യം ഈ പൊടികളും ഗാർലിക്കും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് പുരട്ടി ഒരു അരമണിക്കൂറോളം വെച്ചു. എന്നിട്ട് ഒരു കുറച്ച് ഡീപ്പായിട്ടുള്ള പാനിൽ, കാസ്റ്റ് അയണിൻ്റെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വാഴയില വെക്കാം. ഈ വാഴയില നമുക്ക് ഈ ഫ്ലേവേഴ്സ് എല്ലാം ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ലാസ്റ്റ് അത് ഊരിക്കളയും. നമുക്ക് കരിവേപ്പില, ബ്ലാക്ക്ബെറീസ്, ഇഞ്ചി, പച്ചമുളക് എല്ലാം വിരിച്ചിട്ട് അതിൻ്റെ മേലെ മീനിനെ വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ബാക്കി പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും ബ്ലാക്ക്ബെറീസും എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കിതിനെ മൂടിയിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്നാവും. ഒരു 5 മിനിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ട് വെക്കണം. മൊത്തത്തിലൊരു 14-15 മിനിറ്റോളം ആയിട്ടുണ്ട്. ആദ്യം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പം കുറച്ചുകൂടെ വേണം തോന്നി. അപ്പോൾ വീണ്ടും ഒരു 2 മിനിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടു. നിങ്ങൾ മീനിൻ്റെ തടിക്കും സൈസിനൊക്കെ അനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ മീനിന് ഒരുപാട് ഫ്ലേവേഴ്സായിട്ട് അതിൻ്റെ മീനിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ കളയുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല. അത് കാരണമാണ് കുറച്ച് മാത്രം മസാലപ്പൊടി ഇട്ടത്. നിങ്ങൾക്ക് സ്മെല്ല് ഇഷ്ടമില്ലെങ്കിൽ കുറേ നല്ലോണം എല്ലാം കൂട്ടിയിട്ടാൽ മതി. ഇത് ഞാനിപ്പം പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷ് ബ്ലാക്ക്ബെറീസും ഇട്ടിട്ടുണ്ട്. ഈ ബ്ലാക്ക്ബെറീൻ്റെ അകത്തു നിന്നുള്ള പുളിപ്പ് തന്നെ ഈ മീനിന് നല്ല പുളിപ്പൊക്കെ തരും. പറഞ്ഞ പോലെ ബിലിമ്പി ഇട്ടാലും നന്നായിട്ടുണ്ടാവും. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പംകിൻ ലീഫിൻ്റെ മേലെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. പംകിൻ ലീഫും നമുക്ക് കഴിക്കാമെന്നറിയാമല്ലോ. പക്ഷെ ഇതിപ്പോൾ കുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. സെർവ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തതാണ്. പിന്നെ ഓറഞ്ച് ഫ്ലവേഴ്സും എല്ലാം എഡിബിളാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്സ് കേട്ടോ.